സ്റ്റുഡൻസ്, നമുക്കിന്ന് ഡിസ്പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സുകൾ നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, ഓർ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് പൊസിഷൻ അലോങ് എ ഡെഫിനിറ്റ് ഡിറക്ഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, പാർട്ട് 1 പറഞ്ഞു കഴിഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. കൂടാതെ ഇവിടെ പൊസിഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു from initial position to a final position along a definite direction. Okay, and that is shown in the figure. Direction is shown by an arrow mark. Okay, here initial position is the house and final position is school. Okay, so the direction is changed from initial to final position along a definite direction. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മീറ്റർ തന്നെയാണ്. ഡിസ്റ്റൻസിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റേയും. മീറ്റർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ M. അടുത്ത പോയിൻ്റാണ്, വാട്ട് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതായത് സദിശ അളവാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് ദിശ കൂടി ഉണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റി ആയിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി മീൻസ് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. ഇതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ആണ്, കാരണം അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായല്ലോ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ ദ വാല്യൂസ് പോസിബിൾ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് ക്യാൻ ബി 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇത് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷെ നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ കേസിൽ അത് 0യും പോസിറ്റീവ് ആവാം. But when the body is in motion, distance is always positive. Distance is always positive, never 0 and negative. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴാണ് 0 ആവുന്നത് നോക്കാം. ഒരു ബോഡി റെസ്റ്റിലാണെന്ന് വിചാരിക്കൂ. റെസ്റ്റിലാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? 0. ഓക്കെ, ഇനി ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുമോ? ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആവില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവാൻ സാധ്യതയുണ്ടോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ബോഡി സ്റ്റാർട്ടിങ് ഫ്രം A ആൻഡ് ഈസ് മൂവിങ് ടു B by traveling a distance 4 meter. Okay, then it moves from B to C through a distance of 5 meter. Okay, finally it is moving from C to A by traveling a distance of 8 meter. Okay, അങ്ങനെയാണെങ്കിൽ ഇവിടെ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ദ ബോഡി എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇനീഷ്യൽ പൊസിഷൻ ഏതാണെന്ന് നോക്കും. അപ്പോൾ A ആണ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ നോക്കും. ഫൈനൽ പൊസിഷൻ ഏത് തന്നെയാണ്? A തന്നെയാണ്, ബിക്കോസ് ദ ബോഡി റിട്ടേൺസ് ടു ദ ഇനീഷ്യൽ പൊസിഷൻ. ശരിയല്ലേ? അപ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയതുകൊണ്ട് വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓർ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? 0 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പറയാം, റെസ്റ്റിലാണെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവാം. കൂടാതെ വസ്തു മൂവ് ചെയ്താലും ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവാം. എങ്ങനെ? വസ്തു എന്ത് ചെയ്യുന്നു? ഇഫ് ഇറ്റ് റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ, ദെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. പക്ഷേ ഡിസ്റ്റൻസിൻ്റെ കാര്യം അങ്ങനെയല്ല. റെസ്റ്റിലാണെങ്കിൽ ഡിസ്റ്റൻസ് 0 ആണ്, പക്ഷെ മൂവ് ചെയ്ത് തുടങ്ങിയാൽ ഡിസ്റ്റൻസ് 0 ആവില്ല. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത് എന്ന് നോക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനിവിടെ എക്സ് ആക്സിസ് കൺസിഡർ ചെയ്തു. O is the origin where x coordinate is 0. Okay, here a body is traveling from O to a point A and x coordinate of the point is 2 meter. ആ പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് 2 മീറ്റർ ആണ്. മനസ്സിലായില്ലേ? ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇനീഷ്യൽ പൊസിഷൻ മാർക്ക് ചെയ്യും. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ O ആണ്, ഫൈനൽ പൊസിഷൻ A ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഫൈനൽ പൊസിഷൻ കോർഡിനേറ്റ് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ്. എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ എന്ന് എഴുതാം. എക്സ് ഫൈനൽ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്.
X initial 0 ആണ്. So we got the answer as 2 meter. It is plus 2 meter. So the displacement is positive. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ when final position coordinate is greater than initial position coordinate, then the displacement delta x is positive. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി വീണ്ടും ഞാൻ എക്സ് ആക്സിസ് വരക്കുന്നു. O is the origin. At the origin, x coordinate is 0. Now the body is travelled from O to another point A where the x coordinate is 3 meter. Then it is moving to another point B where the x coordinate is minus 4 meter. Okay, it is negative because the position is on the negative x-axis. Okay, that means the direction is reversed. Now the question is, what is the displacement? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇനീഷ്യൽ പൊസിഷൻ നോക്കാം, ഫൈനൽ പൊസിഷൻ നോക്കാം. ഇനീഷ്യൽ പൊസിഷൻ ഏതാണ്? ബോഡി സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ. സോ ഇനീഷ്യൽ പൊസിഷൻ ഈസ് O. ഫൈനൽ പൊസിഷൻ ഏതാണ്? A ആണോ? അല്ല, കാരണം അത് എയിലേക്ക് മൂവ് ചെയ്തു, അതിനുശേഷം അത് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു. സോ ദ ഫൈനൽ പൊസിഷൻ ഈസ് B. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു x final minus x initial. Initially the body is at the origin. Final position is minus 4. So it is minus 4 minus 0. It is equal to minus 4 meter. So the displacement is negative. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആവാൻ കാരണം എന്താണ്? ഇനീഷ്യൽ കോർഡിനേറ്റ് 0 ആണ്, ഫൈനൽ കോർഡിനേറ്റ് -4 ആണ്. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? Initial coordinate is greater. Initial position coordinate is greater. So we can say when the final position coordinate xf is less than the initial position coordinate xi, then the displacement delta x is negative. Okay, next important point is displacement decreases with time. Displacement സമയത്തിനനുസരിച്ച് കുറയാം. But distance is always increases with time, never decreases with time. So that's a very important point. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ടൈമിനനുസരിച്ച് കുറയുന്നത് നമുക്ക് നോക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വി ക്യാൻ കൺസിഡർ എ ബോഡി ഈസ് അറ്റ് ദ ഒറിജിൻ O അറ്റ് 9 AM. 9 മണിക്ക് ഒരു ബോഡി ഒറിജിനിലുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിനുശേഷം അത് 10 മണിയാവുമ്പോൾ A എന്ന് പറയുന്ന പോയിന്റിലെത്തി. കോർഡിനേറ്റ് x ഈക്വൽ ടു 3 മീറ്റർ. അതിനുശേഷം അത് C എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് സഞ്ചരിക്കുന്നു. 11 AM ആവുമ്പോഴേക്ക് അത് C എന്ന പോയിന്റിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ഇൻ ബിറ്റ്വീൻ ദ ടൈം 9 to 10? അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ ഒറിജിനാണ്, ഫൈനൽ പൊസിഷൻ A ആണ്. സോ 9 to 10 ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് final position minus initial position, that is 3 minus 0, that is 3 meter. ശരിയല്ലേ? Okay, now the next question, what is the displacement traveled during the time from 9 AM to 11 AM? അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു 0 തന്നെ, that is origin O തന്നെയാണ്. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് C ആണ്, അല്ലേ? സിയുടെ കോർഡിനേറ്റ് എത്രയായിരിക്കും? x ഈക്വൽ ടു 0, x ഈക്വൽ ടു 3. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും, അല്ലേ? അതിൻ്റെ ഇടയിലായിരിക്കും, ശരിയല്ലേ? അത് നമുക്ക് 2 മീറ്റർ എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പൊസിഷൻ കോർഡിനേറ്റ് 2 ആണ്, ഇനീഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് 0 ആണ്. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ x ഈക്വൽ ടു 2 മൈനസ് 0 ഈക്വൽ ടു 2 മീറ്റർ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, 9 to 10 ഇൻ്റർവെൽ ഓഫ് ടൈമിൽ 9 to 10, 9 മുതൽ 10 വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇത് 3 മീറ്റർ സഞ്ചരിച്ചു. പക്ഷേ 9 മുതൽ 11 വരെയുള്ള സമയത്തിനിടയിൽ അത് 2 മീറ്ററേ സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞില്ലേ? ഓക്കെ, നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2 പോയിൻറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, displacement depends only on the initial and final position.
മനസ്സിലായില്ലേ? ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ വരക്കാൻ സാധ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിന് ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, ബട്ട് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. ഇനി നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എ ബോഡി ഈസ് ട്രാവലിംഗ് ഫ്രം എ ടു ബി. ഓക്കെ, അവിടെ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത് അവസാനം ബി എന്ന പോയിന്റിലെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര എന്നാണ് ചോദ്യം. ഫസ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ്. നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ പാത്ത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിവിടെ ചില പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. സി, ഡി, ഇ. അപ്പോൾ നമുക്ക് പറയാം ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആദ്യം എ ടു സി, പിന്നീട് സി ടു ഡി, പിന്നെ ഡി ടു ഇ, അതിനുശേഷം ഇ ടു, ഓക്കെ, ഈ പോയിന്റ് നമ്മൾ എഫ് ആയിട്ട് എടുക്കാം. ഇ ടു എഫ്, ദെൻ എഫ് ടു ബി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 5 + 5 + 3 + 5 + 3 + 10. So the total is 26 meter. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു 26 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ ലെങ്ത് ഓഫ് ദ പാത്ത് കണ്ടുപിടിച്ചാൽ മതി എന്നർത്ഥം. മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇനീഷ്യൽ പോയിന്റ് മാർക്ക് ചെയ്യണം, ഫൈനൽ പോയിന്റ് മാർക്ക് ചെയ്യണം. ഹിയർ ദ ഇനീഷ്യൽ പോയിന്റ് ഈസ് എ, ഫൈനൽ പോയിന്റ് ഈസ് ബി. ശരിയല്ലേ? അതിനുശേഷം ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ കണക്റ്റിംഗ് എ ആൻഡ് ബി. ഓക്കെ, ആൻഡ് ദാറ്റ്, സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ലൈൻ എ ബി. ഓക്കെ, ഇപ്പോൾ എ ബി എന്ന ലൈനിൻ്റെ ലെങ്ത് അറിയണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഡി എന്ന പോയിന്റിൽ നിന്ന് എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ദൂരം എത്രയാണ്? 3 മീറ്റർ. ഓക്കെ, അടുത്തത് 3 മീറ്റർ. സോ ദ ലെങ്ത് ഓഫ് ദ ലൈൻ എ ബി, ദറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഈസ് ഈക്വൽ ടു 6 മീറ്റർ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിയർ അഗെയിൻ യു ആർ ഗിവൺ എ ബോഡി ഈസ് ട്രാവലിംഗ് ഫ്രം ദ പോയിന്റ് എ and finally it reaches the point A again. So distance is equal to the length of the path. Okay, അപ്പോൾ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചില പോയിന്റുകൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. സി, ഡി, ഇ, എഫ് എക്സെട്ര. സോ ദ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എ ടു സി, ദെൻ സി ടു ഡി, ഡി ടു ഇ ആൻഡ് ഇ ടു എഫ്, ആൻഡ് ഓൾസോ എഫ് ടു ബി. അല്ലേ? എ സി പ്ലസ് സി ഡി പ്ലസ് ഡി ഇ പ്ലസ് ഇ എഫ് പ്ലസ് എഫ് ബി പ്ലസ് ബി. ശരിയല്ലേ? അതിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 5 + 3 + 5 + 3 + 10. വാട്ട് അബൌട്ട് ബി എ? അത് കണ്ടുപിടിക്കാൻ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനൊരു ലൈന് വരക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എ ബി ഈസ് ഈക്വൽ ടു 6 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 32 മീറ്റർ. ശരിയല്ലേ? അടുത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇവിടെ ഇനീഷ്യൽ പോയിന്റ് എ ആണ്. ആൻഡ് വിച്ച് വൺ ഈസ് ദ ഫൈനൽ പോയിന്റ്? ഹിയർ ദ ബോഡി returns to the point A again. So the final point is again A. So what is the displacement? Since the initial and final point are same, so the displacement is 0 meter. ശരിയല്ലേ? ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇവിടെ ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് 32 മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് 0 മീറ്റർ ആണ്. അല്ലേ? ഇവിടെ ഏതാണ് വലുത്? ഡിസ്റ്റൻസ് ആണ്. അല്ലേ? സോ വി ക്യാൻ സേ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്.
അപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലാണ് എന്ന് മനസ്സിലായല്ലോ. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പി എന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന പോയിന്റിലേക്ക് ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നു. ആൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ആസ് 10 മീറ്റർ. സോ ഹിയർ ആദ്യം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത്. ഹിയർ ദ ലെങ്ത് ഓഫ് ദ പാത്ത് ഈസ് the length of the line PQ, അത് 10 മീറ്റർ ആണ്. സോ ദ ഡിസ്റ്റൻസ് ഈസ് 10 മീറ്റർ. നെക്സ്റ്റ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റ് P ആണ്, ഫൈനൽ പോയിന്റ് Q ആണ്. അതിൻ്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അഗെയിൻ 10 മീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഈക്വൽ ആയത്? കാരണം ബോഡി ട്രാവൽ ചെയ്യുന്നത് എന്താണ്, സ്ട്രെയിറ്റ് ലൈനിലാണ് അല്ലേ. And we know that straight line motion is called one-dimensional motion. So we can say that when the body is moving along a straight line in one direction, okay, that means without changing the direction, then the distance and displacement are equal. അപ്പം one-dimensional motionil വസ്തു ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് വിത്തൗട്ട് റിവേഴ്സിങ് ദ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ശരിയല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഒരു കാറ് എക്സ് ആക്സിലൂടെ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, അത് ട്രാവൽ ചെയ്യുന്നത് ഒറിജിനിൽ നിന്നാണ്. O ഈസ് ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം. അത് O എന്ന പോയിന്റിൽ നിന്ന് ആദ്യം Pയിലേക്ക് സഞ്ചരിക്കുന്നു. ഓക്കെ, O to P സഞ്ചരിക്കുന്നു. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ പാത്ത്. ഇവിടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നാണ്, അത് സഞ്ചരിച്ചത് P എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. സോ O to P ആ പാത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ആക്ച്വലി OP, ദാറ്റ് ഈസ് OQ പ്ലസ് QP ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്, 220 എന്ന് കിട്ടും. ശരിയല്ലേ? സോ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 220. കാരണം O എന്ന് പറയുന്നത് 0 ആണ്, P എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് 220 ആണ്. സോ O to P, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത്, 220 മീറ്റർ. സോ ദ ഡിസ്റ്റൻസ് ഈസ് 220 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the displacement? Displacement is the shortest distance between initial and final position. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ ഒറിജിൻ ആണ്, ഫൈനൽ പൊസിഷൻ P ആണ്. ഓക്കെ, സോ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ, ദറ്റ് ഈസ് 220 minus 0. So P is equal to 220 minus 0, 220 meter. So this is the displacement. Okay, and here distance and displacement are equal. ശരിയല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കാർ മൂവ്സ് ഫ്രം O to P ദെൻ മൂവ്സ് ബാക്ക് ഫ്രം P to Q. ആദ്യം Oയിൽ നിന്ന് Pയിലേക്ക് സഞ്ചരിക്കുന്നു, പിന്നീട് Pയിൽ നിന്ന് Qയിലേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. ഇപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത്. അപ്പോൾ ആദ്യം Oയിൽ നിന്ന് Pയിലേക്കാണ് സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പോൾ O to P, then from P to Q. So the total length of the path is OP plus PQ. ശരിയല്ലേ? O to P എന്ന് പറയുന്നത് 220 ആണ് അല്ലേ. അതുപോലെ P to Q എന്ന് പറയുമ്പോൾ Pയുടെ കോർഡിനേറ്റ് 220, Qയുടെ കോർഡിനേറ്റ് 120 അല്ലേ. Pയുടെ കോർഡിനേറ്റ് 220, Qയുടെ കോർഡിനേറ്റ് 120. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 അല്ലേ. അപ്പോൾ 220 പ്ലസ് 100, ദാറ്റ് ഈസ് 320 മീറ്റർ. സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. ശരിയല്ലേ? അടുത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെങ്കിൽ ആദ്യം ഇനീഷ്യൽ പോയിന്റ് കാണണം, ഫൈനൽ പോയിന്റ് അറിയണം അല്ലേ. ഇനീഷ്യൽ പോയിന്റ് അറിയണം, ആദ്യം നമുക്ക് ഇനീഷ്യൽ പോയിന്റ് അറിയണം, ഫൈനൽ പോയിന്റ് അറിയണം. ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം O. സോ ഇനീഷ്യൽ പോയിന്റ് ഈസ് ഒറിജിൻ O ആണ്.
ഫൈനൽ പോയിന്റ് ഏതാണ്? പി ആണോ? അല്ല, കാരണം അത് പിയിൽ നിന്ന് വീണ്ടും ട്രാവൽ ചെയ്ത് ക്യൂയിലേക്ക് എത്തുന്നു. സോ ഫൈനൽ പോയിന്റ് ഈസ് ക്യൂ. ശരിയല്ലേ? സോ ഇനീഷ്യൽ ഒ ആണ്, ഫൈനൽ ക്യൂ ആണ്. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. എക്സ് ഫൈനൽ എന്ന് പറയുന്നത് 120, എക്സ് ഇനീഷ്യൽ 0. സോ 120 മൈനസ് 0, ദറ്റ് ഈസ് 120 മീറ്റർ. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 120 മീറ്റർ. ഇവിടെ നമ്മൾ അനലൈസ് ചെയ്താൽ കാണാൻ പറ്റുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ശരിയല്ലേ? അതായത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആവാം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലാവാം. പക്ഷെ ഒരിക്കലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കുറയില്ല. സോ വി ക്യാൻ റൈറ്റ് എ റിലേഷൻ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. യു ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുപോലെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ. That means when the body is moving along a straight line without reversing its path, then distance and displacement are equal. Otherwise, in most of the cases, distance is greater than displacement. You got it? ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. നിങ്ങൾ ഡിസ്റ്റൻസിനെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ വി ഗെറ്റ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് 1 ആണ് അല്ലേ? അപ്പോൾ ആൻസർ എന്താ കിട്ടുക? ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ശരിയല്ലേ? സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഓക്കെ, എൻട്രൻസിലൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. അതുപോലെ നേരെ തിരിച്ചാണെങ്കിലോ, നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിസ്റ്റൻസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ശരിയല്ലേ? നേരെ തിരിച്ചാണ് എഴുതുന്നത് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ എന്താ വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് 1 ആണ്. സോ യു ക്യാൻ റൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ബോഡി ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ഓക്കെ, റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് ഈസ് r. ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം A ആൻഡ് ഇറ്റ് ഈസ് റിട്ടേണിംഗ് ടു ദ പോയിൻ്റ് A. അപ്പോൾ എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ എത്തിച്ചേരുന്നു. ബട്ട് ഇറ്റ് ഈസ് ട്രാവലിംഗ് എലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ദ പാത്ത് ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ പാത്ത്. ഇവിടെ പാത്ത് ഏതാണ്? സർക്കുലർ ഷേപ്പാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു സർക്കുലർ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദ സർക്കുലർ പാത്ത് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. നമുക്കറിയാം സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇഫ് r ഈസ് ദ റേഡിയസ്, സർക്കംഫറൻസ് ഈസ് ഗിവൺ ബൈ 2πr. ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടുക? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2πr. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇനീഷ്യൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക, ഫൈനൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ഇനീഷ്യൽ പോയിൻ്റ് A ആണ്, ഫൈനൽ പോയിൻ്റും A ആണ്. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ശരിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. പക്ഷേ അത് പോകുന്നത് എങ്ങനെയാണ്? ഒരു സെമി സർക്കുലർ പാത്തിലൂടെയാണ്. ആൻഡ് ദ റേഡിയസ് ഓഫ് ദ പാത്ത് ഈസ് r. ഇവിടെ ഡിസ്റ്റൻസ് കാണണം, ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് ദ പാത്ത് കണ്ടുപിടിക്കണം. ഇവിടെ ലെങ്ത് ഓഫ് ദ പാത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദ സെമി സർക്കുലർ പാത്താണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ സെമി സർക്കുലർ പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫുൾ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ നേരെ പകുതി അല്ലേ? ഹാഫ് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ഫുൾ സർക്കിൾ. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ദ സർക്കംഫറൻസ് ഓഫ് ഫുൾ സർക്കിൾ 2πr അല്ലേ? therefore it is equal to pi into r. So this is the distance. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അപ്പോൾ നമ്മൾ ഇനീഷ്യൽ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു അല്ലേ? ഫൈനൽ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഇനീഷ്യൽ പോയിൻ്റ് A ആണ്, ഫൈനൽ പോയിൻ്റ് B ആണ്. സോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അത് ശരിക്കും എന്താണ്? ഇതിൻ്റെ
ഡയമീറ്റർ ആണ് അല്ലേ. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ആർ പ്ലസ് ആർ അല്ലേ, ദാറ്റ് ഈസ് 2r. സോ ഹിയർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2r, ട്വൈസ് ദ റേഡിയസ്. ശരിയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ബോഡി ഒരു ക്വാർട്ടർ സർക്കിളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഫ്രം എ ടു ബി. അതിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ പാത്ത്. ഇവിടെ എന്താണ്, ക്വാർട്ടർ സർക്കിളാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ ക്വാർട്ടർ സർക്കിൾ. ക്വാർട്ടർ സർക്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫുൾ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ 1/4 ആയിരിക്കും അല്ലേ. ശരിയല്ലേ. അപ്പം 1/4 ഇൻറ്റു 2πr അല്ലേ. ഇപ്പം എന്താ കിട്ടുക, 1/4 ഇൻറ്റു 2πr എന്ന് പറയുമ്പോൾ πr ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇവിടെയുള്ള ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഇനീഷ്യൽ പോയിൻ്റ് എടുക്കുക, ഇനീഷ്യൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ എ ആണ് ഇനീഷ്യൽ പോയിൻ്റ്, ബി ആണ് ഫൈനൽ പോയിൻ്റ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനിടയിൽ എന്ത് വരച്ചാൽ മതി, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ എ ബി എന്ന് കിട്ടും. ഓക്കെ, ആ എ ബിയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങളവിടെ നോക്കൂ, ഇത് എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് തോന്നില്ലേ അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഇവിടെ എ ബി എന്നത് ഇതിൻ്റെ ഹൈപ്പോട്ടനസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോട്ടനസ് എങ്ങനെ കണ്ടുപിടിക്കുക. ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ ബേസ് എന്ന് പറയുന്നത് 6 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2r സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ റൂട്ട് 6 ആയിരിക്കും അല്ലേ. സോ ഇറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു ആർ. മനസ്സിലായില്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.